ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേണ്ട. ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ്. എനിക്ക് എന്തായാലും ദോശ കഴിക്കാൻ നല്ല മൈൻഡുണ്ട്. ഞാൻ ഒരെണ്ണം പറയാൻ പോകും. ചേട്ടാ ചേട്ടാ നിങ്ങളുടെ ആ സ്പെഷ്യൽ മസാല ദോശ ഇല്ലേ, നെയ്യൊക്കെ വെച്ചിട്ടില്ല, അതൊരെണ്ണം. അതിനൊക്കെ എന്ത് വേണം? പറ. ഒന്നും വേണ്ട, കുടിക്കാനൊന്നും വേണ്ട. ഒരു ബ്ലാക്ക് ടീ വിത്തൗട്ട് ഷുഗർ. ഷുഗർ. അപ്പൊ ഇതൊരു വട ഉണ്ട്, വട മൊരിഞ്ഞത്. അതൊരു ഒരെണ്ണം എടുത്തോ. നല്ല മണമുണ്ട്. നീ എത്ര ഫുഡ് സ്പോട്ടിന്റെ റിയലൈസ് ചെയ്യുന്നു? എല്ലായിടം പോയി ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ ഈ ദോശ എന്റെ മോളെ ആശാൻ പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലുമൊക്കെ ദിവസം വേണേ നമുക്ക് ചീറ്റ് ഡേ കഴിക്കാന്ന്. ഈ വീട്ടിലുണ്ടാക്കുന്ന ദോശയൊക്കെ പോലത്തെ വെറൈറ്റി സാധനങ്ങൾ. വീട്ടിലുണ്ടാക്കുന്ന ദോശ അല്ലേടി, ഇത് കടയിലല്ലേ. വീട്ടിലുണ്ടാക്കി കഴിക്കാം. ചമ്മന്തി അല്ലേ സ്പെഷ്യൽ? ഈ ചമ്മന്തിയിലാണ് മോളെ ഇവരുടെ ടേസ്റ്റ്. ഇത് ഇങ്ങനെ ഇങ്ങനെ മുക്കിയിട്ട് മുക്കി ഞാൻ കഴിച്ചിട്ടില്ല. കഴിയില്ല ഇത്. ഇല്ല ഇല്ല. ആണ് നമ്മൾ ഈ ഇതുണ്ടാ ഇവരുടെ ഈ മസാല ഉണ്ടാ, അത് ഈ 3 ചമ്മന്തിയിൽ ഇങ്ങനെ മുക്കിയിട്ട് നീ എന്തിട്ട് അറ്റെടുത്താണ് നമുക്ക് പറഞ്ഞല്ലേ. പണ്ടേ നമ്മൾ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ ചിലര് പറയത്തില്ലേ വേണ്ട വേണ്ട, പക്ഷെ നിർബന്ധിച്ചവര് കഴിക്കും. ഭയങ്കര മോശം പരിപാടി അത്. ഒരാൾക്കൊരു ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ വേണ്ട. എന്തിനാണ് അയാളെങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത്? നമുക്ക് ഇഷ്ടമില്ലാതെ കഴിക്കേണ്ട വരില്ലേ? ഇഷ്ടമില്ലാതെ ഫുഡ് കഴിക്കുന്ന ഞാൻ ചെയ്യല്ലോ. അയ്യോ, ഇത് കണ്ട ഒരു ഭർത്താവ് ഭാര്യക്ക് ഫുഡ് വാരി കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്ത ആരും കഴിച്ചു അല്ലേ? രണ്ട് കൈയൊന്ന് കരിക്കടി. സാമ്പാറിൽ മുട്ടുന്നു ഈ ക്ലച്ച് പിടിച്ചിട്ട് കൈ ഭയങ്കര വേണം. ഈ നല്ല ഫുഡ് കഴിച്ചോളം കൊണ്ടുവന്നു അറിയോ, നമുക്ക് പെട്ടെന്ന് വയറിന്നറിയും മനസ്സിന്നറിയും. എന്റെ വയറിന്നറിഞ്ഞു. അയ്യോ, ഇപ്പൊ ദോശ മിച്ചുണ്ട്. അല്ലെങ്കിൽ നിറഞ്ഞ് നമ്മൾ ഈ വയറ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന ഓരോ ആഹാരം മറ്റുള്ളവർക്കുള്ളതാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാമല്ലോ. പക്ഷെ ഇതിപ്പോ എച്ചിലായില്ലേ, എന്റെ എച്ചിലും കാര്യം കഴിക്കും. കുഴപ്പമില്ല. വേണ്ട വേണ്ട വേണ്ട, നമുക്ക് സമയം പോയി. 4:30 5 മണിക്ക് അവിടെ എത്തണ്ടേ? ബാ പോവാൻ പോവാം. അത് നീ ഇറങ്ങിയല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ബാ പോവാൻ പോവാം. കൊതി